പ്രിയപ്പെട്ടവരെ നമസ്കാരം. +2 തുല്യതയുടെ എക്കണോമിക്സിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തൊഴിൽ, പലിശ, പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം, ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എഴുതിയത് ആര്? J.M. കെയ്ൻസ്. തൊഴിൽ, പലിശ, പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന പുസ്തകം എഴുതിയത് J.M. കെയ്ൻസ് ആണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ആദം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആദം സ്മിത്ത്. പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഒരു ഉൽപാദക സ്ഥാപനത്തിൻ്റെ ഹ്രസ്വകാല അടച്ചുപൂട്ടൽ ബിന്ദു P=AVC. പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഒരു ഉൽപാദക സ്ഥാപനത്തിൻ്റെ ഹ്രസ്വകാല അടച്ചുപൂട്ടൽ ബിന്ദുവാണ് P=AVC. വില ശരാശരി മാറുന്ന ചെലവിന് തുല്യമാകുമ്പോൾ. വില ശരാശരി മാറുന്ന ചെലവിന് തുല്യമാകുമ്പോൾ. അടുത്ത ചോദ്യം, ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയുമായി വിനിമയം ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന വിലയാണ് വിനിമയ നിരക്ക്. ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയുമായി വിനിമയം ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന വിലയാണ് വിനിമയ നിരക്ക്. ഡിമാൻഡ് എന്നുവെച്ചാൽ ചോദനം, സപ്ലൈ പ്രദാനം, ഇത് രണ്ടും തുല്യമാകുന്ന വിലയാണ് സന്തുലിത വില. ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന വിലയാണ് സന്തുലിത വില. അല്ലെങ്കിൽ ചോദനവും പ്രദാനവും തുല്യമാകുന്നത് സന്തുലിത വിലയിൽ. ഒരു വസ്തുവിൻ്റെ വിലയും ആ വസ്തുവിൻ്റെ ചോദന അളവും തമ്മിലുള്ള വിപരീത ബന്ധത്തെ പ്രതിപാദിക്കുന്ന വക്രമാണ് ചോദനാവക്രം അല്ലെങ്കിൽ ഡിമാൻഡ് കർവ്. ഒരു വസ്തുവിൻ്റെ വിലയും ആ വസ്തുവിൻ്റെ ചോദന അളവും തമ്മിലുള്ള വിപരീത ബന്ധത്തെ പ്രതിപാദിക്കുന്ന വക്രമാണ് ചോദനവക്രം അല്ലെങ്കിൽ ഡിമാൻഡ് കർവ്. അടുത്ത ചോദ്യം, 1 - MPC = MPS. അതായത് സീമാന്ത സമ്പാദ്യ പ്രവണത. MPS എന്ന് വെച്ചാൽ സീമാന്ത സമ്പാദ്യ പ്രവണത. ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ജനസംഖ്യ = പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റൽ ഇൻകം. ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ പ്രതിശീർഷ വരുമാനം ലഭിക്കുന്നു. ദീർഘകാലയളവിൽ എല്ലാ നിവേശങ്ങളും അതായത് ഇൻപുട്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. ദീർഘകാലയളവിൽ എല്ലാ നിവേശങ്ങൾ ഇൻപുട്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത് ശരിയാണ്. ഇനി മറ്റൊരു ചോദ്യം, കറൻസിയുടെ മൂല്യം കുറയ്ക്കലും മൂല്യം വർദ്ധിപ്പിക്കലും നടക്കുന്ന സ്ഥിര വിനിമയ നിരക്കിലാണ്. അതായത് കറൻസിയുടെ മൂല്യം കുറയ്ക്കലും മൂല്യം വർദ്ധിപ്പിക്കലും നടക്കുന്നത് സ്ഥിര വിനിമയ നിരക്കിലാണ്. ഇതൊരു ശരിയായ പ്രസ്താവനയാണ്. തറവില അല്ലെങ്കിൽ പ്രൈസ് ഫ്ലോർ, ഇതിൻ്റെ വിപരീത ഫലമാണ് റേഷൻ കടകളുടെ മുമ്പിലെ നീണ്ട നിര. തറവിലയുടെ വിപരീത ഫലമാണ് റേഷൻ കടകളുടെ മുമ്പിലെ നീണ്ട നിര. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്നാണ്. ഈ പ്രസ്താവന തെറ്റാണ്. റേഷൻ കടകളിലെ നീണ്ട നിര വിലത്തട്ടുകളുടെ അഥവാ പ്രൈസ് സെല്ലിങ്ങിൻ്റെ ഫലമാണ്. റേഷൻ കടകളിലെ നീണ്ട നിര വിലത്തട്ടുകളുടെ അഥവാ പ്രൈസ് സെല്ലിൻ്റെ ഫലമാണ്. ഗോതമ്പ് ഇതൊരു അന്തരാള വസ്തുവാണ്. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. അന്തരാള വസ്തുക്കളാണ് ഗോതമ്പ്. അതുപോലെ TFC + TVC, അത് TC ആണ്, ടോട്ടൽ കോസ്റ്റ് ആണ്. TFCയും TVCയും കൂടി കൂട്ടുമ്പോൾ TC, ടോട്ടൽ കോസ്റ്റ്. TC / Q = AC, ആവറേജ് കോസ്റ്റ്. TC / Q = AC, ആവറേജ് കോസ്റ്റ്. M1 = CU + DD. M1 = CU + DD. എന്താണ്
മൂല്യച്യുതി. സ്ഥിര വിനിമയ നിരക്ക് സമ്പ്രദായത്തിൽ ഒരു രാജ്യം സ്വന്തം കറൻസിയുടെ ഔദ്യോഗിക വില വിദേശ കറൻസികൾക്ക് മുൻപിൽ മനഃപൂർവ്വം കുറയ്ക്കുന്ന നടപടിയാണ്. സ്ഥിരവിനിമയ നിരക്ക് സമ്പ്രദായത്തിൽ ഒരു രാജ്യം സ്വന്തം കറൻസിയുടെ ഔദ്യോഗിക വില വിദേശ കറൻസികൾക്ക് മുൻപിൽ മനഃപൂർവ്വം കുറയ്ക്കുന്ന നടപടിയാണ് മൂല്യച്യുതി. എന്താണ് തുറന്ന സമ്പദ് വ്യവസ്ഥ? ഓപ്പൺ എക്കണോമി. മറ്റ് വിദേശ രാജ്യങ്ങളുമായി ചരക്കുകൾ, സേവനങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ നടത്തുന്ന ഒരു സമ്പദ് വ്യവസ്ഥയെ തുറന്ന സമ്പദ് വ്യവസ്ഥ എന്ന് വിളിക്കുന്നു. മറ്റ് വിദേശ രാജ്യങ്ങളുമായി ചരക്കുകൾ, സേവനങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ നടത്തുന്ന ഒരു സമ്പദ് വ്യവസ്ഥയെ തുറന്ന സമ്പദ് വ്യവസ്ഥ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ കയറ്റുമതിയും ഇറക്കുമതിയും നടക്കുന്നുണ്ട്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, മൈക്രോ എക്കണോമിക്സ്. ഒരു പേനയുടെ വില, ഒരു സാധനത്തിൻ്റെ ചോദനം, ഇതൊക്കെ മൈക്രോ എക്കണോമിക്സിലാണ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അത് മൈക്രോ എക്കണോമിക്സ് ആണ്. ഒരു പേനയുടെ വിലയും ഒരു സാധനത്തിൻ്റെ ചോദനവുമൊക്കെ അതിൽ വരുന്നു. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, മാക്രോ എക്കണോമിക്സ്. ഇതിൽ വരുന്നത് ദേശീയ വരുമാനം, നാണയപ്പെരുപ്പം എന്നിവയെല്ലാം അതിൽ വരുന്നതാണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് വെച്ചാൽ മാക്രോ എക്കണോമിക്സ് ആണ്. അതിൽ വരുന്നവയാണ് ദേശീയ വരുമാനം, നാണയപ്പെരുപ്പം എന്നിവയെല്ലാം. സാമ്പത്തിക പദം എഴുതുക. വരുമാനം മാറുന്നതിൻ്റെ ഫലമായി ഉപഭോഗത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ നിരക്കാണ് സീമാന്ത ഉപഭോഗ പ്രവണത അല്ലെങ്കിൽ MPC. വരുമാനം മാറുന്നതിൻ്റെ ഫലമായി ഉപഭോഗത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ നിരക്കാണ് സീമാന്ത ഉപഭോഗ പ്രവണത അല്ലെങ്കിൽ MPC. നിക്ഷേപത്തിലുണ്ടാകുന്ന മാറ്റവും അതിൻ്റെ ഫലമായി വരുമാനത്തിലുണ്ടാകുന്ന മാറ്റവും തമ്മിലുള്ള അനുപാതമാണ് ഗുണകം. ഇത് സ്മോൾ ലെറ്റർ K വെച്ചാണ് സൂചിപ്പിക്കുന്നത്. നിക്ഷേപത്തിലുണ്ടാകുന്ന മാറ്റവും അതിൻ്റെ ഫലമായി വരുമാനത്തിലുണ്ടാകുന്ന മാറ്റവും തമ്മിലുള്ള അനുപാതമാണ് ഗുണകം. ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഏതെങ്കിലും രണ്ട് ധർമ്മങ്ങൾ. ഒന്ന്, വിഭവങ്ങളുടെ പുനർവിന്യാസം. പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൊതുവസ്തുക്കളും സേവനങ്ങളും ലഭ്യമാക്കാൻ വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കുക. പൊതുജനങ്ങൾക്ക് ആവശ്യമായ പൊതുവസ്തുക്കളും സേവനങ്ങളും ലഭ്യമാക്കാൻ വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കുക. വരുമാന പുനർവിതരണം. നികുതികളിലൂടെയും സബ്സിഡികളിലൂടെയും സമൂഹത്തിലെ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള സാമ്പത്തിക അസമത്വം കുറയ്ക്കുക. നികുതികളിലൂടെയും സബ്സിഡികളിലൂടെയും സമൂഹത്തിലെ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള സാമ്പത്തിക അസമത്വം കുറയ്ക്കുക. അടുത്ത ചോദ്യം, ഉൽപാദന യൂണിറ്റിൻ്റെ പ്രധാനം സപ്ലൈ നിർണ്ണയിക്കുന്ന ഏതെങ്കിലും രണ്ട് ഘടകങ്ങൾ എഴുതുക. ഉൽപാദന യൂണിറ്റിൻ്റെ പ്രധാനം നിർണ്ണയിക്കുന്ന രണ്ട് ഘടകങ്ങൾ. വസ്തുവിൻ്റെ വില. വില കൂടുമ്പോൾ പ്രധാനം കൂടുകയും വില കുറയുമ്പോൾ പ്രധാനം കുറയുകയും ചെയ്യുന്നു. വില കൂടുമ്പോൾ പ്രധാനം കൂടുന്നു, വില കുറയുമ്പോൾ പ്രധാനം കുറയുന്നു. ഇനി ഉൽപാദന ഘടകങ്ങളുടെ വില അഥവാ ചെലവ്. ചരക്കുകളുടെയും തൊഴിലാളികളുടെയും കൂലി കൂട്ടിയാൽ ഉൽപാദന ചെലവ് കൂടുകയും പ്രധാനം കുറയുകയും ചെയ്യും. ഇപ്പോൾ ചരക്കുകളുടെയും തൊഴിലാളികളുടെയും കൂലി കൂട്ടിയാൽ ഉൽപാദന ചെലവ് കൂടുകയും അതേസമയം പ്രധാനം കുറയുകയും ചെയ്യും. അധിക ഡിമാൻഡും അധിക പ്രധാനവും എന്താണെന്ന് പറയുക. അധിക ഡിമാൻഡും അധിക പ്രധാനവും. അധിക ഡിമാൻഡ് കമ്പോളത്തിൽ ഒരു നിശ്ചിത വിലയിൽ ചോദനത്തിൻ്റെ അളവ് പ്രധാനത്തിൻ്റെ അളവിനേക്കാൾ കൂടുതലാകുന്ന അവസ്ഥയാണ്. അധിക ഡിമാൻഡ് എന്നത് എക്സസ് ഡിമാൻഡാണ്. കമ്പോളത്തിൽ ഒരു നിശ്ചിത വിലയിൽ ചോദനത്തിൻ്റെ അളവ് പ്രധാനത്തിൻ്റെ അളവിനേക്കാൾ കൂടുതലാകുന്ന അവസ്ഥ. ഇനി അധിക പ്രധാനം എക്സസ് സപ്ലൈ ആണ്. കമ്പോളത്തിൽ ഒരു നിശ്ചിത വിലയിൽ പ്രധാനത്തിൻ്റെ അളവ് ചോദനത്തിൻ്റെ അളവിനേക്കാൾ കൂടുതലാകുന്ന അവസ്ഥയാണ്. കമ്പോളത്തിൽ ഒരു നിശ്ചിത വിലയിൽ പ്രധാനത്തിൻ്റെ അളവ് ചോദനത്തിൻ്റെ അളവിനേക്കാൾ കൂടുതലാകുന്ന അവസ്ഥ.
ഈ ചോദ്യങ്ങൾ എല്ലാവരും നല്ലവണ്ണം പഠിക്കുക. കഴിഞ്ഞ ഒരു വർഷം ചോദിച്ചൊരു ചോദ്യപേപ്പറിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നല്ലവണ്ണം പഠിക്കുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.